ഹാവ് എവിടെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴും നമുക്ക് സംശയമാണ് ഇതെങ്ങനെ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് കുഡ് ഹാവ്, അതുപോലെ ഷുഡ് ഹാവ്, മസ്റ്റ് ഹാവ്, വുഡ് ഹാവ് എന്നിങ്ങനെ. എന്നാൽ കുഡ്, മസ്റ്റ്, ഷുഡ് ഇതിൻ്റെ എല്ലാം മീനിങ്ങും അതിൻ്റെ യൂസും വ്യത്യസ്തമാണ്. പക്ഷെ ഹാവ് അതിൻ്റെ കൂടെ വരുമ്പം നേരെ ഓപ്പോസിറ്റ് മീനിങ് ആണോ എന്ന് പോലും നമുക്ക് തോന്നുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ എല്ലാം ഉപയോഗം. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ക്ലാസ് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവർക്കും അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് കാണുന്നവർക്കും ഉപയോഗപ്രദമാകും, ഉറപ്പാണ്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക, മാക്സിമം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഷെയർ ചെയ്യുക. തീർച്ചയായും എൻ്റെ ഇതുപോലെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഉൾപ്പെട്ട ഓൺലൈൻ പേഴ്സണൽ ആയിട്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾക്ക് ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം നമുക്ക് കുഡ് ഹാവ് ആണ് നോക്കേണ്ടത്. ഇവിടെ കുഡ് ഹാവ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാൻ കഴിയുമെന്നും കുഡ് കഴിഞ്ഞു എന്നും ഒരു മീനിങ് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇതിൽ നിന്നെല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് നാം ഇനി കടന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായും ഈ ക്ലാസ്സുകളിൽ 3 സ്പീക്കിംഗ് പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ ഈ 3 പാർട്ടിൻ്റെയും സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുവാൻ കഴിയുമായിരുന്നു എന്ന് പറയാനാണ് നമ്മൾ കുഡ് ഹാവ് പ്ലസ് V3 യൂസ് ചെയ്യുന്നത്. പക്ഷേ അവിടെ കുഡും ഹാവും ഒക്കെ നമുക്കറിയാം. പക്ഷേ കുഡ് ഹാവ് പ്ലസ് V3 എന്ന് പറയുന്ന ഒരു ഫ്രേസ് നമ്മളങ്ങനെ പഠിച്ചിട്ടുണ്ടാവില്ല. അതായത് ഇപ്പൊ പറയാണ്, അവൾക്ക് ആ ജോലി ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷെ ചെയ്തില്ല അവള്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അവൾക്ക് ആ ജോലി ചെയ്യാൻ കഴിയുമായിരുന്നു, അവൾക്ക് ആ ജോലി ചെയ്യുവാൻ കഴിയുമായിരുന്നു എന്ന് പറയാൻ. ഇപ്പം അവൾക്ക് എന്നുള്ളതിന് ഷീ ആണെന്നും ജോലി എന്നുള്ളതിന് വർക്കാണെന്നും അറിയാം. അപ്പം ജോലി ചെയ്യുക എന്ന് പറയുമ്പോൾ ഡു ആണ് അല്ലെ, അതിന്റെ V3 ഡൺ ആണ് അല്ലെ. അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ കുഡ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കുന്നത്. അപ്പം ഷീ കുഡ് ഹാവ് ഡൺ ദ വർക്ക്. ഷീ കുഡ് ഹാവ് ഡൺ ദ വർക്ക് എന്ന് പറഞ്ഞാൽ അവൾക്ക് ആ ജോലി ചെയ്യുവാൻ കഴിയുമായിരുന്നു. ഈ കഴിയുമായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവളത് ചെയ്തില്ല എന്നാണ്. അവൾക്കത് ചെയ്യാൻ കഴിയായിരുന്നു, അല്ലെങ്കിൽ അവൾക്കത് പഠിക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ ഇപ്പൊ കഴിയും എന്നുള്ളതിന് ക്യാനാണെന്നും കഴിഞ്ഞു എന്നുള്ളതിന് കുഡാന്നും അറിയാം. പക്ഷെ കഴിയുമായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഉടൻ തന്നെ നമ്മൾ കുഡ് ഹാവ് നമ്മുടെ മൈൻഡിലേക്ക് കടന്നു വരണം. ഓക്കെ, എനിക്ക് ആ ജോലി പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ എങ്ങനെ വരും? പൂർത്തിയാക്കുക എന്ന് പറയുമ്പോൾ ഫിനിഷ് അല്ലേ, അതിന്റെ V3 ഫിനിഷ്ഡ് ആണ്. അപ്പൊ ഐ കുഡ് ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക്. ഓക്കെ ആണോ? അപ്പം അവിടെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ആ ജോലി ചെയ്യുവാൻ കഴിയുമായിരുന്നു, ഷീ കുഡ് ഹാവ് ഡൺ ദ വർക്ക്. എന്നാൽ ആ ജോലി പൂർത്തിയാക്കുക എന്ന് പറയുമ്പോൾ ഫിനിഷ് ആണ്, പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു, ഫിനിഷ്ഡ്. ഷീ കുഡ് ഹാവ് അല്ലെങ്കിൽ ഹീ കുഡ് ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക്. അത് മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ വേറൊരു ചോദ്യമുണ്ട്. അവൾക്ക് ആ ജോലി ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല എന്ന് വരുമ്പോ എന്ത് വരും? ഇവിടെ കുഡ് നോട്ട് ഹാവ് ആവും. അപ്പൊ അതെങ്ങനെ എഴുതാം? ഷീ കുഡ് നോട്ട് ഹാവ് ഡൺ ദ വർക്ക്. ഷീ കുഡ് നോട്ട് ഹാവ് ഡൺ ദ വർക്ക്. അവൾക്ക് ആ ജോലി ചെയ്യുവാൻ കഴിയില്ലായിരുന്നു. പിന്നെ നീ എന്തിനാ നിർബന്ധിക്കുന്നത്? നമുക്ക് പറ്റത്തില്ലായിരുന്നു. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് അവള് ചെയ്തില്ല എന്നാണ്, രണ്ടാമത് നമുക്ക് പറ്റത്തില്ലായിരുന്നു, പിന്നെ എങ്ങനെ അവള് ചെയ്യുന്നതെന്നാണ്. അപ്പൊ ഷീ കുഡ് നോട്ട് ഹാവ് ഡൺ ദ വർക്ക്. അതുപോലെ ഇപ്പൊ എനിക്ക് ആ ജോലി പൂർത്തിയാക്കാൻ കഴിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഐ കുഡ് നോട്ട് ഹാവ് ഡൺ ദ I could not have finished the work. I could not have finished the work. Okay. അവൾക്ക് അവളുടെ അമ്മയെ സഹായിക്കാൻ കഴിയുമായിരുന്നു. സഹായിക്കാൻ കഴിയുക എന്ന് വരുമ്പോൾ എന്ത് വരും? കുഡ് ഹാവ് ഹെൽപ്ഡ് വരും. അപ്പൊ ആർക്കാണ്? അവൾക്കാണ്. അപ്പം ഷീ കുഡ് ഹാവ് ഹെൽപ്ഡ് ഹെർ മദർ. അവളുടെ അമ്മ എന്ന് പറയുമ്പം ഹെർ മദർ അല്ലേ. ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി പോവുക. കാരണം ഇതിൽ ഏതെങ്കിലും ചെറിയ ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഒപ്പം തന്നെ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന സ്പീക്കിംഗ് പ്രാക്ടീസ് കറക്റ്റായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിനകത്ത് പിന്നെ കൂടുതൽ ഡൗട്ടുകൾ വരൂല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകുകയും അതിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. തീർച്ചയായിട്ടും ഞാനതിൻ്റെ ആ സംശയങ്ങൾ നിങ്ങൾ എക്സസൈസ് ഓരോന്നും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഒപ്പം ഡൗട്ട്സുകളോട് ചെയ്യുക. തീർച്ചയായിട്ടും അത് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഇനി അവൾക്ക് നന്നായി പാടാൻ കഴിയുമായിരുന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അവർക്ക് നന്നായി പാടാൻ കഴിയുമായിരുന്നു. അവർക്ക് നന്നായി പാടാൻ കഴിയുമായിരുന്നു പറയുമ്പം ദേ കുഡ് ഹാവ് സങ് വെൽ.
ഓക്കെ, സിങ് സാങ് സങ് അല്ലേ, ദേ കുഡ് ഹാവ് സങ് വെൽ. ഓക്കെ, ഇനി എനിക്ക് നന്നായി പഠിക്കുവാൻ കഴിയുമായിരുന്നു. ഇപ്പൊ ഞാൻ പഠിച്ചില്ല, എന്തൊരു കഷ്ടമായി പോയി നമ്മൾ പറയില്ലേ, അതാണ് എനിക്ക് നന്നായി പഠിക്കുവാൻ കഴിയുമായിരുന്നു. ഐ കുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ. ഓക്കെ, ഇനി എനിക്ക് നന്നായി പഠിക്കാൻ കഴിയില്ലായിരുന്നു എന്നാണെങ്കിലോ, കുഡ് ഹാവിന് ഇടയ്ക്കൊരു നോട്ട് ചേർക്കണം. ഐ കുഡ് നോട്ട് ഹാവ് സ്റ്റഡീഡ് വെൽ. ഐ കുഡ് നോട്ട് ഹാവ് സ്റ്റഡീഡ് വെൽ. ഓക്കെ, ഇനി അവൾക്ക് ആ സത്യം തുറന്നു പറയാൻ കഴിയുമായിരുന്നു. അവൾക്ക് ആ സത്യം തുറന്നു പറയാൻ കഴിയുമായിരുന്നു. അപ്പം എന്താണ്, ഷീ കുഡ് ഹാവ് പറയാൻ കഴിയുമായിരുന്നു, കുഡ് ഹാവ് ടോൾഡ്. ഷീ കുഡ് ഹാവ് ടോൾഡ് ദ ട്രൂത്ത്. ഷീ കുഡ് ഹാവ് ടോൾഡ് ദ ട്രൂത്ത്. ഓക്കെ, അവർക്ക് അവരുടെ മക്കളെ സഹായിക്കാൻ കഴിയുമായിരുന്നു. അപ്പം സഹായിക്കാൻ കഴിയുമായിരുന്നു എന്ന് പറയുമ്പോൾ കുഡ് ഹാവ് ഹെൽപ്ഡ്. ദേ കുഡ് ഹാവ് ഹെൽപ്ഡ് ദെയർ കിഡ്സ്. ദേ കുഡ് ഹാവ് ഹെൽപ്ഡ് ദെയർ കിഡ്സ്. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത് കുഡ് ഹാവ് വെച്ചിട്ട് എന്ത് ചെയ്യുമ്പോഴും അവർക്ക് കഴിയുമായിരുന്നു എന്ന് പറയും. കഴിയുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിയുമായിരുന്നില്ല എന്ന് പറയാൻ അതിനിടയ്ക്ക് നോട്ട് ആഡ് ചെയ്യണം. ഒപ്പം തന്നെ ഇപ്പം നമ്മൾ കൂടുതലായിട്ട് ഇപ്പം സംസാരിക്കുമ്പോഴത്തേന് കഴിഞ്ഞു എന്ന് പറയുമ്പം ക്യാനും കൂടുവാണല്ലോ നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പം ഇങ്ങനെ കഴിയുമായിരുന്നു എന്ന് പറയുമ്പം നമ്മൾ തീർച്ചയായും കുഡ് ഹാവിലേക്ക് നമ്മുടെ മനസ്സെത്തണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് കണ്ടുപിടിച്ചിട്ട് പറയാനും പറ്റും. അപ്പം ഇനി അതിനകത്ത് നമുക്ക് നോക്കേണ്ടത് സ്പീക്കിംഗ് പ്രാക്ടീസ് ആണ്. അപ്പം ഈ സ്പീക്കിംഗ് പ്രാക്ടീസിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കഴിവതും നന്നായിട്ട് എഴുതാൻ നോക്കുക. അപ്പം അതിനകത്ത് അറിയാത്തത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കമൻറ്റുകളായിട്ട് ഇടുക. അത് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അവന് പാഠങ്ങൾ പഠിക്കുവാൻ കഴിയുമായിരുന്നു. അവന് പാഠങ്ങൾ പഠിക്കുവാൻ കഴിയുമായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അവർക്ക് ഡോക്ടറിനെ കാണാൻ, അതായത് കൺസൾട്ട് വെച്ച് എഴുതിയാൽ മതി, ഡോക്ടറിനെ കാണാൻ കഴിയുമായിരുന്നില്ല. അവർക്ക് ഡോക്ടറിനെ കാണാൻ കഴിയുമായിരുന്നില്ല. തേർഡ് ക്വസ്റ്റ്യൻ, അവന് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ കഴിയുമായിരുന്നു. അവന് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ കഴിയുമായിരുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, അവർക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കുമായിരുന്നു. അവർക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കുമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവൾക്ക് അവളുടെ അമ്മയെ സഹായിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. അവൾക്ക് അവളുടെ അമ്മയെ സഹായിക്കാൻ സാധിക്കുമായിരുന്നില്ല. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നിങ്ങൾ സ്പീക്കിംഗ് പ്രാക്ടീസിൽ ചെയ്യുക. ഇതായിട്ട് പാർട്ട് 2 ആണ്. പാർട്ട് 2 നമുക്ക് നോക്കേണ്ടത് ഷുഡ് ഹാവ് ഡൺ ആണ്. അപ്പോൾ നാം എപ്പോഴും സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, അവൻ അവിടെ പോകേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അവൾ പരീക്ഷ ജയിച്ചതിന് അവൾ പഠിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഇതിന് വളരെ എളുപ്പത്തിൽ അതുപോലെ പഠിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അവൻ പഠിക്കരുതായിരുന്നു, അല്ലെങ്കിൽ പോകരുതായിരുന്നു, അതുപോലെ അവൻ പഠിച്ചിരുന്നെങ്കിൽ അവൻ ജയിക്കേണ്ടതായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പെട്ടെന്ന് പറയാൻ പറ്റുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇതിനു വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാവുന്ന ഒരു ഓക്സിലറി വേർബിൻ്റെ ഒരു വേർബ് ഫ്രേസ് എന്ന് പറയുന്നതാണ് ഷുഡ് ഹാവ് പ്ലസ് V3. അതായത് ഇപ്പം അവൻ അവിടെ പോകേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ പോകുക എന്നുള്ളതിന് ഗോയാണ്, അതിൻ്റെ ഗോയുടെ V3 എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എവിടെ ഹാവ് വെച്ചിട്ടൊരു പ്രയോഗം വരുന്നു അതിൻ്റെ കൂടെ വരുന്ന എല്ലാ വെർബും V3 ഫോം ആയിരിക്കും. അത് ബേസിക് ആയിട്ട് മനസ്സിലാക്കുക. ഇപ്പം ഞാൻ ഷുഡ് ഹാവ് പറഞ്ഞു, ഷുഡ് ഹാവിൻ പ്ലസ് V3 എന്ന് ആദ്യം തന്നെ പറഞ്ഞതിന് കാരണം ഹാവിനോടൊപ്പം വരുന്ന എല്ലാ വേർബും എപ്പോഴും V3 ഫോം ആയിരിക്കും. അപ്പോൾ ഇവിടെ പോകുക എന്നുള്ളതിന് ഗോയാണ്, അവൻ എന്നുള്ളതിന് ഹി ആണ്. അപ്പം നമ്മൾ ഒന്ന് പറഞ്ഞു നോക്കണം. ഹി ഷുഡ് ഹാവ്, ഗോയുടെ V3 ഗോൺ. അപ്പം ഹി ഷുഡ് ഹാവ് ഗോൺ എന്ന് പറയുമ്പം അവൻ പോകേണ്ടതായിരുന്നു, ദെയർ അവിടെ. ഹി ഷുഡ് ഹാവ് ഗോൺ ദെയർ, അവൻ അവിടെ പോകേണ്ടതായിരുന്നു. അപ്പം
എന്നാലിപ്പം ഞാൻ പറയാണ്, ഞാൻ നന്നായി പഠിക്കേണ്ടതായിരുന്നു, ഞാൻ പരീക്ഷ ജയിച്ചില്ല, അതുകൊണ്ട് ഞാൻ നന്നായിട്ട് പഠിക്കേണ്ടതായിരുന്നു, കഷ്ടമായി പോയി എന്ന് പറയില്ലേ, അത് ഞാൻ ആണ്, പഠിക്കുക സ്റ്റഡിയാണ്. അപ്പം അതിനിടയ്ക്ക് ഷുഡ് ഹാവ് ചേർക്കുമ്പം എങ്ങനെ വരും? ഐ ഷുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ. ഷുഡ് ഹാവിനോടൊപ്പം സ്റ്റഡി എന്നതിൻ്റെ V3 ഫോമായ സ്റ്റഡീഡ്. അപ്പം ഞാൻ നന്നായി പഠിക്കേണ്ടതായിരുന്നു. എന്നാൽ നീ അവിടെ വരേണ്ടതായിരുന്നു, അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, നീ അവിടെ വരേണ്ടതായിരുന്നു എന്ന് പറയുമ്പോഴോ, നീ എന്നതിന് യു ആണ്, വരിക എന്നുള്ളതിന് കം ആണ്. കമ്മിൻ്റെ V3 ഏതാണ്? കം തന്നെയാണ്. കം, കെയും, കം അല്ലേ? അപ്പോൾ കം തന്നെയാണ്. അപ്പം യു ഷുഡ് ഹാവ് കം ദെയർ. നീ അവിടെ വരേണ്ടതായിരുന്നു. അപ്പോൾ അവൾ അവിടെ വരേണ്ടതായിരുന്നു. അപ്പോൾ വരിക എന്നുള്ളതിന് കം ആണല്ലോ. ഇപ്പം ഐ പറഞ്ഞ പോലെ തന്നെ ഷീ ഷുഡ് ഹാവ് കം ദെയർ. അപ്പം ഇവിടെ ആ പ്രയോഗങ്ങൾ ഏത് സബ്ജക്റ്റ് വന്നാലും അവിടെ ഷുഡ് ഹാവിനോടൊപ്പം V3 ഉപയോഗിക്കുമ്പോൾ നമുക്ക് പോകേണ്ടതായിരുന്നു, വരേണ്ടതായിരുന്നു, പഠിക്കേണ്ടതായിരുന്നു എന്നൊക്കെ വരും. അപ്പം ഇതിനോടൊപ്പം ഈ ഒരു ഷുഡ് ഹാവ് വെച്ചിട്ട് തന്നെ നമുക്ക് ധാരാളം സെൻറ്റൻസുകൾ വേറെ വേറെ രീതിയിൽ, അതായത് ഇപ്പം ഈ പറഞ്ഞ സെൻറ്റൻസുമായി ഒരു ബന്ധവുമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇനി അങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ ഒരു ചെറിയ 5 മിനിറ്റത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ 4-5 ശൈലികളാണ് ഇനി വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള ടിപ്സ് ആൻഡ് ട്രിക്സുള്ള പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓക്കെ, അപ്പോൾ നോക്കൂ, അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെയാണ്? അവൻ അവിടെ പോകേണ്ടതായിരുന്നു, ഹി ഷുഡ് ഹാവ് ഗോൺ ദെയർ. ഞാൻ നന്നായി പഠിക്കേണ്ടതായിരുന്നു, യു ഷുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ. നീ അവിടെ വരേണ്ടതായിരുന്നു, യു ഷുഡ് ഹാവ് കം ദെയർ. അവൾ അവിടെ വരേണ്ടതായിരുന്നു, ഷീ ഷുഡ് ഹാവ് കം ദെയർ. അതോടൊപ്പം നോക്കൂ, അവർ നന്നായി ജോലി ചെയ്യേണ്ടതായിരുന്നു, ദേ ഷുഡ് ഹാവ് വർക്ക്ഡ് ഹാർഡ്. വർക്ക്ഡ് ഹാർഡ് എന്ന് പറയുമ്പോൾ നന്നായി ജോലി ചെയ്യുക. അപ്പം ഇതിനകത്ത് നിന്ന് തന്നെ വളരെ എളുപ്പത്തിൽ മറ്റൊരു കാര്യം കൂടി നമുക്ക് ഉണ്ടാക്കാം. അതായത് ഇപ്പം ഈ അവൻ അവിടെ പോകേണ്ടതായിരുന്നു എന്ന് പറയുന്നതിന് അവൻ അവിടെ പോകണമായിരുന്നോ എന്ന് ചോദിക്കാൻ എന്ത് ചെയ്യണം? അവൻ അവിടെ പോകേണ്ടതായിരുന്നു. അപ്പം അവൻ അവിടെ പോയി, പക്ഷേ അവൻ പോകണമായിരുന്നോ? അവിടെ അവൻ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കില്ല. അപ്പം അവൻ അവിടെ പോകണമായിരുന്നു. ഇപ്പം ഈ ഹി ഷുഡ് ഹാവ് ഗോൺ ദെയറിൽ ഷുഡ് ആദ്യം എടുക്കുക. അപ്പം ഷുഡ് ഹി ഹാവ് ഗോൺ ദെയർ. അപ്പോൾ അവിടെ ഹി ആണെന്ന് വെച്ചിട്ട് ഹാവിന് മാറ്റമൊന്നുമില്ല, കാരണം ഷുഡ് ഹാവ് ആണ് അവിടെ. ഓക്കെ, ഹാസ് അല്ല അവിടെ വരുന്നത്. ഹി ഷുഡ് ഹാവ് ഗോൺ ദെയറിനെ നമ്മൾ തിരിച്ചെന്താക്കണം? ഷുഡ് ഹി ഹാവ് ഗോൺ ദെയർ. അപ്പം അവൻ അവിടെ പോകണമായിരുന്നു, അവൻ അവിടെ പോകണമായിരുന്നു. ഓക്കെ, അപ്പം അവിടെ ഷുഡ് ഹി ഹാവ് ഗോൺ ദെയർ വന്നെങ്കിൽ അടുത്തത് ഞാൻ പറയുന്നത് ഞാൻ നന്നായി പഠിക്കണമായിരുന്നു. ഞാൻ നന്നായി പഠിക്കണമായിരുന്നു, ഷുഡ് ഐ ഹാവ് സ്റ്റഡീഡ് വെൽ. ഷുഡ് ഐ ഹാവ് സ്റ്റഡീഡ് വെൽ. അതുപോലെ പിന്നെ പറയുന്നത് നമ്മൾ അവൾ നന്നായി ജോലി ചെയ്യേണ്ടതായിരുന്നു, അതിന് നമ്മൾ പറഞ്ഞത് ഷീ ഷുഡ് ഹാവ് വർക്ക്ഡ് ഹാർഡ്. അപ്പോൾ അവൾ നന്നായി ജോലി ചെയ്യണമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഈ ഷുഡ് ആദ്യം എഴുതുക. ഷുഡ് ഷീ ഹാവ് വർക്ക്ഡ് ഹാർഡ്. ഷീ ഷുഡ് ഹാവ് വർക്ക്ഡ് ഹാർഡിനെ നമ്മൾ തിരിച്ച് ഷുഡ് ഷീ ഹാവ് വർക്ക്ഡ് ഹാർഡ്. ഓക്കെ, നമ്മൾ വീണ്ടും പറയുന്നു അവൻ അവിടെ പോകരുതായിരുന്നു. അപ്പം പോകരുത് എന്ന് പറയുന്നത് എന്താണ്? ഷുഡ് നോട്ടാണ്. പോകരുതായിരുന്നു, പോകേണ്ടതായിരുന്നു എന്നുള്ളത് മാറ്റി നമ്മൾ പോകരുതായിരുന്നു എന്നാണെങ്കിൽ അത് ഭയങ്കര തെറ്റായി. ഇപ്പം പോകരുതായിരുന്നു. അപ്പം എന്താണ്? ഹി ഷുഡ് നോട്ട് ഹാവ് ഗോൺ ദെയർ. ഹി ഷുഡ് നോട്ട്, ഷുഡിനും ഹാവിനും ഇടയ്ക്ക് ഷുഡ് നോട്ട് ഹാവ് ഗോൺ ദെയർ. ഓക്കെ, അവൾ നന്നായി ജോലി ചെയ്യരുതായിരുന്നു എന്നാണെങ്കിൽ ഷീ ഷുഡ് നോട്ട് ഹാവ് വർക്ക്ഡ് ഹാർഡ്. അവൾ നന്നായി ജോലി ചെയ്യരുതായിരുന്നു, ഷീ ഷുഡ് നോട്ട് ഹാവ് വർക്ക്ഡ് ഹാർഡ്. ഞാൻ നന്നായി പഠിക്കരുതായിരുന്നു, എന്നിട്ട് ഞാൻ ജയിച്ചില്ലല്ലോ. അപ്പം ഞാൻ നന്നായി പഠിക്കരുതായിരുന്നു എങ്ങനെ വരും? ഐ ഷുഡ് നോട്ട് ഹാവ് സ്റ്റഡീഡ് വെൽ. ഓക്കെ, അപ്പം അവൻ അവിടെ പോകരുതായിരുന്നു, ഹി ഷുഡ് നോട്ട് ഹാവ് ഗോൺ ദെയർ. ഞാൻ നന്നായി പഠിക്കരുതായിരുന്നു, ഐ ഷുഡ് നോട്ട് ഹാവ് സ്റ്റഡീഡ് വെൽ. അവൾ നന്നായി ജോലി ചെയ്യരുതായിരുന്നു, ഷീ ഷുഡ് നോട്ട് ഹാവ് വർക്ക്ഡ് ഹാർഡ്. അപ്പം ഈ 3 രീതിയിൽ ഉള്ള കാര്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന്
പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ സ്പീക്കിംഗ് പ്രാക്ടീസാണ്. കാരണം ഈ 3 ശൈലികൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് നോക്കണമല്ലോ. അപ്പം അങ്ങനെയുള്ള ആ സ്പീക്കിംഗ് പ്രാക്ടീസ്, അതായത് ഇപ്പം നമ്മൾ ഈ പറയുന്ന സ്പീക്കിംഗ് പ്രാക്ടീസ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നീ നിൻ്റെ അമ്മയെ അനുസരിക്കേണ്ടതായിരുന്നു. നീ നിൻ്റെ അമ്മയെ അനുസരിക്കേണ്ടതായിരുന്നു. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവർ നമ്മെ അറിയിക്കേണ്ടതില്ലായിരുന്നു. അവർ നമ്മെ അറിയിക്കേണ്ടതില്ലായിരുന്നു. അപ്പം ഷുഡ് നോട്ട് ഹാവ് വന്നാൽ മതി. ഓക്കെ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അവൾ യോഗത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. അവൾ യോഗത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ ഞാൻ അവനോട് പറയേണ്ടതായിരുന്നു. ഞാൻ അവനോട് പറയേണ്ടതായിരുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്തുക. തീർച്ചയായും അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഈ ബാക്കി ക്ലാസ്സുകൾ കൂടി കാണാൻ 3 മസ്റ്റ് ഹാവ് ആണ്. അപ്പോൾ മസ്റ്റ് ഹാവിനെ നമുക്ക് വിവിധ രീതിയിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് നോക്കൂ. ചില സന്ദർഭങ്ങളിൽ നമ്മൾ പറയാറുണ്ട് അവർ പുറത്ത് പോയിരിക്കാം, അല്ലെങ്കിൽ അവൻ പള്ളിയിൽ പോയിട്ടുണ്ടാകണം എന്നൊക്കെ. അതായത് ചില ഊഹങ്ങൾ കണ്ടിട്ട് അങ്ങനെ സംഭവിച്ചിരിക്കാം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷ് സംഭാഷണങ്ങൾ വരുമ്പോൾ അവിടെ നമ്മൾ പലപ്പോഴും അതെങ്ങനെ പറയണം എന്നറിയാറില്ല. ഒരേ ഒരു വാക്ക് വെച്ചിട്ട് ഈ രീതിയിൽ വ്യത്യസ്ത കാര്യങ്ങൾ വ്യത്യസ്ത ശൈലികളിൽ പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്കായിരിക്കണം. അതായത് അവിടുത്തെ ഒരു കാര്യം കണ്ടിട്ട്, അതായത് ഇപ്പോൾ ഒന്ന് വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്, ഇല്ലെങ്കിൽ സ്കൂട്ടറായിട്ട് പോയിട്ടുണ്ട് എന്നൊക്കെ ചിന്തിച്ചിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം പോസിറ്റീവായിട്ട് അവൻ പോയിട്ടുണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ 90% പോയിട്ടുണ്ട് എന്നാണ്. അപ്പം അങ്ങനെ പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് മസ്റ്റ് ഹാവ് പ്ലസ് V3. അതായത് മസ്റ്റ് പറയുമ്പം ആ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരിക്കണം, മസ്റ്റ് ഹാവ് പറയുമ്പോൾ ആയിരിക്കണം എന്നൊരു നിഗമനമാണ് നമുക്കവിടെ കിട്ടുന്നത്. അതായത് ഇപ്പോൾ ഒരു കാര്യം മിക്കവാറും അത് ചെയ്തിട്ടുണ്ടായിരിക്കണം, അതിൻ്റെ ഒരു കാര്യം എങ്ങനെയാണ് പറയേണ്ടതെന്ന് മനസ്സിലാക്കാം. അവൻ മിക്കവാറും അവിടെ പോയിട്ടുണ്ടായിരിക്കണം അങ്ങനെ പറയുമ്പം ഹി മസ്റ്റ് ഹാവ് ഗോയുടെ V3 ആയ ഗോൺ ദെയർ. ഹി മസ്റ്റ് ഹാവ് ഗോൺ ദെയർ. അവൻ മിക്കവാറും അവിടെ പോയിട്ടുണ്ടായിരിക്കണം. ഓക്കെ. അവൾ പുറത്ത് പോയിരിക്കാം. അവൾ പുറത്ത് പോയിരിക്കാം. ഷീ മസ്റ്റ് ഹാവ് ഗോൺ ഔട്ട്. അവൾ പുറത്ത് പോയിട്ടുണ്ടായിരിക്കാം. ഷീ മസ്റ്റ് ഹാവ് ഗോൺ ഔട്ട്. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഏത് സബ്ജക്റ്റ് വന്നാലും അത് ഇപ്പം നീ പഠിച്ചിട്ടുണ്ടായിരിക്കാം, എനിക്കറിയില്ല, നീ പഠിച്ചിട്ടുണ്ടായിരിക്കണം, നിന്റെ ആൻസേഴ്സ് കേട്ടിട്ട് നീ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പം യു മസ്റ്റ് ഹാവ് സ്റ്റഡീഡ് വെൽ. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അത് ചിലപ്പോൾ ഐ എന്ന ഞാനാവാം, യു എന്ന നീയാവാം, ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ ദേ, അവർ, വി, ഞങ്ങൾ ഒക്കെ ആവാം. അതിന് ഏത് സബ്ജക്റ്റ് അവിടെ വന്നാലും അവിടെ നമ്മൾ വെർബായിട്ട് അല്ലെങ്കിൽ അവിടെ നമ്മൾ ഓക്സിലറി വേർബായിട്ട് യൂസ് ചെയ്യേണ്ടത് മസ്റ്റ് ഹാവ് പ്ലസ് V3 ആണ്. അവിടെ നമ്മൾ ഓക്സിലറി വേർബായിട്ട് എടുക്കേണ്ടത് മസ്റ്റ് ഹാവ് പ്ലസ് V3. അപ്പം അങ്ങനെ എടുക്കുമ്പോൾ ആണ് ഒരു പോസിറ്റീവ് നിഗമനം നമുക്ക്. ഇപ്പം മസ്റ്റിന്റെ കൂടെ ഹാവും അതുപോലെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് V3 ഇത് ഉപയോഗിച്ച് വരുമ്പോഴാണ് സാഹചര്യ തെളിവുകളിൽ ഊന്നിക്കൊണ്ട് ഒരു സംഭവം നടന്നിട്ടുണ്ടായിരിക്കാം എന്നുള്ളൊരു യുക്തിപരമായ നിഗമനത്തെ കാണിക്കാനാണ് ഈ ഒരു മസ്റ്റ് ഹാവ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞു അവൻ പോയിട്ടുണ്ടായിരിക്കാം, ഹി മസ്റ്റ് ഹാവ് ഗോൺ. അവൾ പുറത്തു പോയേക്കാം, ഷീ മസ്റ്റ് ഹാവ് ഗോൺ ഔട്ട്സൈഡ്. ഇങ്ങനെ നമ്മൾ അത് ഏതെങ്കിലും ഒരു കാരണം കണ്ടിട്ടായിരിക്കാം, എന്തെങ്കിലും ഒരു സംസാരമോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് കേട്ടിട്ടായിരിക്കാം നമ്മൾ അങ്ങനെ പറയുന്നത്. ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണണേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മുന്നോട്ട് പോകാനും മറക്കാതിരിക്കുക.
ഒപ്പം തന്നെ ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഉള്ള പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് മസ്റ്റ് ഹാവ് പ്ലസ് V3 ആണ്. അപ്പോൾ ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും, ഇംഗ്ലീഷിൻ്റെ ABCD അറിയത്തില്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള ശൈലികൾ മനസ്സിലാക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. ഇപ്പം ഞാൻ പറയാണ്, അവൾക്കൊരു ജോലി ലഭിച്ചിരുന്നിരിക്കാം. അപ്പം അവൾക്ക് എന്ന് പറയുമ്പോൾ അവളെന്ന് പറയുമ്പോൾ ഷീ ആണല്ലോ, ഗോട്ട് എ ജോബ് ആണല്ലോ. ജോലി ലഭിക്കുക എന്ന് പറയുമ്പോൾ ഗെറ്റ് ഗോട്ടാണ്, ഗോട്ട് എ ജോബ്. ഷീ മസ്റ്റ് ഹാവ് ഗോട്ട് എ ജോബ്. അവൾക്ക് ഒരു ജോലി ലഭിച്ചിരുന്നിരിക്കാം. മനസ്സിലായല്ലോ? ലഭിച്ചിരിക്കാം എന്നുള്ള ഊഹം ഉള്ളത് കൊണ്ടാണ് അവിടെ മസ്റ്റ് ഹാവ് വന്നത്. ഗെറ്റിന്റെ V3 ആയ ഗോട്ട്, മസ്റ്റ് ഹാവ് ഗോട്ട്. ആരോ മുറി പൂട്ടിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പം എന്താണ് ആരോ എന്ന് പറയുമ്പം സംബടി, നമുക്കറിയില്ലല്ലോ ആരാന്ന്. ലോക്ക്ഡ് ദ റൂമാണ് മുറി പൂട്ടുക. സംബടി മസ്റ്റ് ഹാവ് ലോക്ക്ഡ് ദ റൂം. അപ്പം ഇതേ രീതിയിൽ ഞാൻ ചോദിക്കട്ടെ, ആരും മുറി പൂട്ടിയിട്ടില്ലായിരിക്കാം എന്നെങ്ങനെ പറയും? നോബഡി മസ്റ്റ് ഹാവ് ലോക്ക്ഡ് ദ റൂം. ആരും എന്നല്ലേ, അപ്പം ആരും മുറി പൂട്ടി ഉണ്ടായിരിക്കില്ല എന്ന് പറയുമ്പം നോബഡി മസ്റ്റ് ഹാവ് ലോക്ക്ഡ് ദ റൂം. അപ്പം സംബടി എന്ന് പറയുമ്പോൾ ആരോ ആയി, ആരും എന്ന് പറഞ്ഞപ്പോഴത്തേന് നോബഡിയിലേക്ക് മാറി അല്ലേ. അവൾ എൻ്റെ പുസ്തകങ്ങൾ എടുത്തിരിക്കാം. അപ്പൊ എന്താണ് എടുക്കുക എന്ന് പറയുമ്പോൾ ടേക്കാണ്. അതിൻ്റെ V3 ടേക്ക്, ടുക്ക്, ടേക്കൺ. ഷീ മസ്റ്റ് ഹാവ് ടേക്കൺ മൈ ബുക്സ്. ഷീ മസ്റ്റ് ഹാവ് ടേക്കൺ മൈ ബുക്സ്. അപ്പോൾ അവൾക്കൊരു ജോലി ലഭിച്ചിരുന്നിരിക്കാം. ഷീ മസ്റ്റ് ഹാവ് ഗോട്ട് എ ജോബ്. ആരോ മുറി പൂട്ടിയിട്ടുണ്ടായിരിക്കാം. someone must have locked the room. ആരും മുറി പൂട്ടിയിട്ടുണ്ടായിരിക്കില്ല. nobody must have locked the room. അവൾ എൻ്റെ പുസ്തകങ്ങൾ എടുത്തിരിക്കാം. she must have taken my books. അപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരു കാര്യത്തെ കാരണം പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായിരുന്നിരിക്കാം എന്ന് പറയുന്നതിനാണ് മസ്റ്റ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മസ്റ്റ് ഹാവിനോടൊപ്പം എപ്പോഴും മനസ്സിലാക്കുക, ഹാവിനോടൊപ്പം എപ്പോഴും V3 ഫോം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. മസ്റ്റ് ഹാവ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് സെൻസിലായിരിക്കും. അതായത് പോയിരിക്കാം, വന്നിരിക്കാം, പോയിട്ടുണ്ടായിരിക്കാം. ഇതിനെ നെഗറ്റീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ മസ്റ്റ് നോട്ട് ഹാവ് യൂസ് ചെയ്യാന്ന് മാത്രം ഓർക്കുക. അതായത് ഇപ്പോൾ അവൻ അവിടെ പോയിട്ടില്ലായിരിക്കാം. അപ്പൊ പോയിട്ടുണ്ടായിരിക്കാം എന്ന് പറയുമ്പം ഹി മസ്റ്റ് ഹാവ് ഗോൺ ദേർ ആണ്. പോയിട്ടില്ലായിരിക്കാം എന്ന് പറയുമ്പം ഹി മസ്റ്റ് നോട്ട് ഹാവ് ഗോൺ ദേർ. അവൻ പോയിട്ടില്ലായിരിക്കാം. അപ്പം പോയിട്ടില്ലായിരിക്കണം എന്നാണെങ്കിൽ മസ്റ്റ് നോട്ട് ഹാവ്, മസ്റ്റ് ഹാവിന്റെ V3 ആയ മസ്റ്റ് ഹാവിന്റെ നെഗറ്റീവായ മസ്റ്റ് നോട്ട് ഹാവ് യൂസ് ചെയ്യാം. അപ്പൊ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എപ്പോഴും ഏതെങ്കിലുമൊക്കെ രീതിയിൽ സംസാരങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായും ഈ ക്ലാസ്സുകളുടെ ഈ ടിപ്സും ട്രിക്സും ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. ഇനി നമുക്ക് സ്പീക്കിംഗ് പ്രാക്ടീസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അയാളുടെ കയ്യിൽ താക്കോലില്ല. അയാൾക്കത് നഷ്ടപ്പെട്ടിരിക്കാം. അയാളുടെ താക്കോൽ നഷ്ടപ്പെട്ടിരിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇന്നലെ രാത്രി മഴ പെയ്തിട്ടുണ്ടാകണം. ഇന്നലെ രാത്രി മഴ പെയ്തിട്ടുണ്ടാകണം. തേർഡ് ക്വസ്റ്റ്യൻ, അവർ പള്ളിയിലേക്ക് പോയിട്ടില്ലായിരിക്കാം. അവർ പള്ളിയിലേക്ക് പോയിട്ടില്ലായിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൻ്റെ സുഹൃത്ത് കഴിഞ്ഞ രാത്രിയിൽ വിളിച്ചിരുന്നിരിക്കാം. എൻ്റെ സുഹൃത്ത് കഴിഞ്ഞ രാത്രിയിൽ വിളിച്ചിരുന്നിരിക്കാം. അടുത്തത്, അവൻ കത്തുകൾ അയച്ചിട്ടുണ്ടായിരിക്കണം. ഈ 3 കുഡ് ഹാവ്, അതുപോലെ ഷുഡ് ഹാവ്, മസ്റ്റ് ഹാവ്, ഇത് 3 ചേർത്തിട്ടുള്ള കുറച്ച് എക്സർസൈസുകൾ കൂടി പറയാം. അപ്പോൾ അത് ആ 3 എക്സർസൈസുകളും ഒരുമിച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ബെനിഫിറ്റ് ആയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ, എൻ്റെ സുഹൃത്ത് കഴിഞ്ഞ രാത്രിയിൽ വിളിച്ചിരുന്നിരിക്കാം. എൻ്റെ സുഹൃത്ത് കഴിഞ്ഞ രാത്രിയിൽ വിളിച്ചിരുന്നിരിക്കാം. അടുത്തത്, എനിക്ക് ആ ജോലി പൂർത്തിയാക്കുവാൻ സാധിക്കുമായിരുന്നു. എനിക്ക് ആ ജോലി പൂർത്തിയാക്കുവാൻ സാധിക്കുമായിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ,
അവൾ നമ്മെ അറിയിക്കേണ്ടതായിരുന്നു. അവൾ നമ്മെ അറിയിക്കേണ്ടതായിരുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, നീ അത് പറയരുതായിരുന്നു. നീ അത് പറയരുതായിരുന്നു. പറയരുതായിരുന്നു എന്ന് വരുമ്പം ഷുഡ് ഹാവിൻ്റെ നെഗറ്റീവ് ഫോം മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരെങ്കിലും അവിടെ മരിച്ചിരിക്കാം. ആരെങ്കിലും അവിടെ മരിച്ചിരിക്കാം. നെക്സ്റ്റ്, അവനോട് ചോദിക്കുവാൻ എനിക്ക് സാധിക്കുമായിരുന്നു. അവനോട് ചോദിക്കുവാൻ എനിക്ക് സാധിക്കുമായിരുന്നു. അവൾക്ക് നന്നായി പഠിക്കുവാൻ കഴിയുമായിരുന്നു. അവൾക്ക് നന്നായി പഠിക്കുവാൻ കഴിയുമായിരുന്നു. അവർ വീട്ടിൽ പോയിരുന്നിരിക്കാം. അവർ വീട്ടിൽ പോയിരുന്നിരിക്കാം. കുറേ പുതിയ പുസ്തകങ്ങൾ നീ വാങ്ങേണ്ടതായിരുന്നു. കുറേ പുതിയ പുസ്തകങ്ങൾ നീ വാങ്ങേണ്ടതായിരുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ ഇവിടെ കുഡ് ഹാവിൻ്റെയും ഷുഡ് ഹാവിൻ്റെയും മസ്റ്റ് ഹാവിൻ്റെയും നെഗറ്റീവ് ഫോംസും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇവിടെ ഷുഡ് ഹാവിൻ്റെ ഇപ്പോൾ അവൻ പോകേണ്ടതായിരുന്നു എന്ന് വരുമ്പം ഹി ഷുഡ് ഹാവ് ഗോൺ ആണെങ്കിൽ അവൻ പോകണമായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആ ഷുഡ് ആദ്യമായിട്ട്, അതായത് ഹി ഷുഡ് ഹാവ് ഗോൺ എന്നുള്ളതിൻ്റെ ഷുഡ് ആദ്യം എഴുതുന്നു. അങ്ങനെ നമ്മളതിനെ ഷുഡ് ഹി ഹാവ് ഗോൺ എന്നാക്കുന്നു. ഓക്കെ. വീണ്ടും അവൻ പോകരുതായിരുന്നു എന്ന് പറയുമ്പം ഹി ഷുഡിൻറ്റ് ഹാവ് ഗോൺ ആവുന്നു. എന്നാൽ അവൻ പോകരുതായിരുന്നോ എന്ന് ചോദിക്കുമ്പം ആ ഷുഡിൻ്റെ ആദ്യം എഴുതിയിട്ട് ഷുഡിൻറ്റ് ഹി ഹാവ് ഗോൺ എന്നാവുന്നു. ഓക്കെ. എന്നാൽ ഇവിടെ ഈ കുഡ് ഹാവ് ഗോൺ എന്ന പോകുവാൻ സാധിക്കുമായിരുന്നു പക്ഷെ പോയില്ല എന്നുള്ള അർത്ഥത്തിലാണെങ്കിലാണ് അവിടെ കുഡ് ഹാവ് വരുന്നത്. അപ്പോൾ അവിടെ അവന് പോകുവാൻ സാധിക്കുമായിരുന്നു. ഹി കുഡ് ഹാവ് ഗോൺ. എന്നാൽ അവൻ പോകാൻ സാധിക്കില്ലായിരുന്നു എന്ന് വരുമ്പം ഹി കുഡിൻറ്റ് ഹാവ് ഗോൺ. അപ്പോൾ ആ കുഡ് ഹാവ് ഗോണും ഇപ്പോൾ കുഡ് വരുമ്പോൾ തന്നെ നമുക്കറിയാം ശരിക്കും അത് ക്യാൻ, അതായത് കഴിയും അല്ലെങ്കിൽ കഴിയില്ല എന്നുള്ള രീതിയിലാണല്ലോ വരുന്നത്. അപ്പം ക്യാനും കുഡിൻ്റെയും ആ ഒരു ഉപയോഗം വെച്ച് തന്നെ സാധിക്കുമായിരുന്നു അല്ലെങ്കിൽ കഴിയുമായിരുന്നു എന്നത് കുഡ് ഹാവ് പ്ലസ് V3 ആണെന്ന് മനസ്സിലാക്കുക. എന്നാൽ നമ്മൾ ചെയ്യേണ്ടതായിരുന്നു എന്ന ഷുഡ് ഹാവിനെ പറയുന്നതിന് പകരമായിട്ട് അവൻ ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ അവൻ മിക്കവാറും പോയിട്ടുണ്ടായിരിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മസ്റ്റ് ഹാവ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മസ്റ്റ് ഹാവ് മനസ്സിലാക്കേണ്ടത് മസ്റ്റ് എന്നുള്ളത് കടമ അല്ലെങ്കിൽ ഉറച്ച ചില കാര്യങ്ങൾ പറയുമ്പോഴാണ് മസ്റ്റ് പറയുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ പോസിറ്റീവായിട്ട് 95% അത് ഉറപ്പാണ് എന്ന് പറയുമ്പോഴാണ് അവിടെ മസ്റ്റ് ഹാവ് പ്ലസ് V3 പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അവൻ മിക്കവാറും അവിടെ പോയിട്ടുണ്ടായിരിക്കണം എന്ന് പറയുമ്പം ഹി മസ്റ്റ് ഹാവ് ഗോൺ ദെയർ. എന്നാൽ അവിടെ അവൻ പോയിട്ടില്ലായിരിക്കണം എന്ന് പറയാൻ ഹി മസ്റ്റ് നോട്ട് ഹാവ് ഗോൺ ദെയർ. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം, അതായത് ക്യാൻ കുഡ്, അതായത് കുഡ് എന്ന് പറയുമ്പം കഴിയുക എന്നുള്ള അർത്ഥത്തിലാകുമ്പം കഴിയുമായിരുന്നു. എന്നാൽ ഷുഡ് വരുമ്പം അതായത് അവൻ പോയില്ല എന്നുള്ള അർത്ഥത്തിൽ അവൻ പോകേണ്ടതായിരുന്നു. എന്നാൽ പോയി എന്നുള്ള അർത്ഥത്തിൽ വരുമ്പോഴാണ് മസ്റ്റ് ഉപയോഗിക്കുന്നത്, പോയിട്ടുണ്ടായിരിക്കണം. ഓക്കെ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഈ സ്പീക്കിംഗ് പ്രാക്ടീസ് കറക്റ്റായിട്ട് ചെയ്യുക. അത് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. എൻ്റെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ പേഴ്സണലായി പഠിക്കുവാൻ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമായി ക്ലാസ്സുകൾ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം ഇതിനു മുമ്പ് പല ക്ലാസ്സുകളും, ഇപ്പോൾ ഈ ക്ലാസ് തന്നെ ഞാൻ 3 ക്ലാസ്സുകളായി ചെയ്തത് ഒറ്റ പാർട്ടായിട്ട് ഇപ്പോൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ 25 ശൈലികളിലും 50 ശൈലികളിലും ഒക്കെ ഞാൻ മുമ്പ് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ ഈ ഒരു ക്ലാസ്സിൻ്റെ കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ലിങ്കുകൾ പിൻ ചെയ്തിട്ടുണ്ട്. ആ ലിങ്കുകൾ നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.